ഹായ്, എല്ലാവർക്കും വസന്ത് ഓർക്കിഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡെൻഡ്രോബിയം ഓർക്കിഡ് പ്ലാന്റ്സിൽ നിന്ന് കിക്കീസ് എങ്ങനെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് മീഡിയമായിട്ട് ഞാൻ ചകിരിയോ സ്പാഗ്നം മോസോ ചകിരിച്ചോറോ തൊണ്ടോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. സാധാരണ ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റ് കുറേ അങ്ങ് വളർന്നു വലുതായി കഴിയുമ്പോൾ നമ്മളത് റീപ്ലാന്റ് ചെയ്യുമല്ലോ. ആ സമയത്ത് അതിൽ ഇലകളും ഒന്നുമില്ലാത്ത സ്റ്റെംസ് ഉണ്ടാകില്ലേ? അങ്ങനെയുള്ള സ്റ്റെംസാണ് ഈ മെത്തേഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കിക്കീസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും. ഞാനിവ ധാരാളം FBയിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുമൊക്കെ എനിക്ക് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി സ്റ്റെംസിൻ്റെ നീളത്തിനനുസരിച്ചുള്ള മരക്കഷ്ണമാണ് വേണ്ടത്. ഇത് നമുക്ക് തടിമില്ലിൽ നിന്ന് കിട്ടുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് അങ്ങനെയുള്ള തടിക്കഷ്ണമാണ്. അതിൻ്റെ അടിവശം വെറും തടിയും മുകൾ ഭാഗം മരത്തിൻ്റെ തൊലിയും ഉണ്ടാകും. എന്നാൽ മാത്രമേ കിക്കീസ് വരുമ്പം അതിൻ്റെ വേരുകളൊക്കെ ഈ തൊലിയിൽ നന്നായിട്ട് പിടിച്ചു വളരുകയുള്ളൂ. തടിയുടെ വീതി എത്രയുണ്ടോ അത്രയും തന്നെ നമുക്ക് സ്റ്റെംസ് ഇതിൽ വെച്ച് കെട്ടാവുന്നതാണ്. കെട്ടുന്നത് സാധാരണ പൊച്ചക്കയറ് കൊണ്ടാണ്. ആദ്യം തടിയിൽ സ്റ്റെംസ് വെക്കുമ്പോൾ അതിൻ്റെ വേരിൻ്റെ ജസ്റ്റ് മുകൾ ഭാഗത്താണ് കയർ ചുറ്റി കെട്ടുന്നത്. നന്നായിട്ട് വലിച്ചു മുറുക്കി കെട്ടേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ലൂസ് സ്റ്റെംസ് ഉണ്ടാകുമല്ലോ. കെട്ട് ടൈറ്റായില്ലെങ്കിൽ അവയൊക്കെ നമ്മൾ പിന്നീട് ഹാങ് ചെയ്യുമ്പോൾ കെട്ടിൻ്റെ ഇടയിൽ കൂടി താഴെ വീണു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇത് കെട്ടിയ ശേഷം വെറും സിമൻറ്റ് ഭിത്തിയിലാണ് ഹാങ് ചെയ്തത്. ഇനി അടുത്ത കെട്ട് കെട്ടേണ്ടത് ഇതിൻ്റെ നടുഭാഗത്ത് മിഡിൽ ഭാഗത്ത് ഒരു കെട്ടും കൂടി ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടേണ്ടതുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഒത്തിരി നീളമുള്ള സ്റ്റെംസ് ആണെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത് വീണ്ടും ഒന്നുകൂടി കെട്ടിക്കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഈ സ്റ്റെംസിൻ്റെ ഇടയിൽ കൂടി കയർ കടത്തിയും കെട്ടാവുന്നതാണ്. ഇത് ഭിത്തിയിലാണ് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ വെയിലും മഴയും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഈ സ്റ്റെംസ് അല്പം ചുരുങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോഴും കയർ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിന് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈ സ്റ്റെംസൊക്കെ ഈ മരത്തടിയിൽ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. കമ്പിയോ ചരടോ ഈസി ആയിട്ട് കടത്താനായി ഒരു വലിയ ഹോൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം 1.5 അടി നീളമുള്ള ഒരു കോപ്പർ കമ്പി എടുക്കണം. ഇതിൻ്റെ ഒരറ്റം ഈ ഹോളിൽ കൂടി കടത്തി ട്വിസ്റ്റ് ചെയ്തെടുക്കണം. മഴയത്തും വെയിലത്തുമൊക്കെ ഇരിക്കുമ്പോൾ കോപ്പർ കമ്പി ആകുമ്പോൾ തുരുമ്പും പിടിക്കില്ല, ഒടിഞ്ഞും പോകത്തില്ല. കമ്പിയുടെ മറ്ററ്റത്ത് ഒരു വലിയ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഭിത്തിയിൽ ഹാങ് ചെയ്യാനായിട്ട് ആണിയടിക്കുകയാണ്. ഇതൊരു ഹോളോ ബ്ലോക്ക് ഭിത്തി ആയത് കാരണം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആണിയാണ് അടിക്കുന്നത്. നേരത്തെ കോപ്പർ കമ്പിയുടെ അറ്റത്ത് ലൂപ്പ് ഉണ്ടാക്കിയ ഭാഗമാണ് ഈ ആണിയിൽ തൂക്കിയിടുന്നത്. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം ഒരു മീഡിയം സൺലൈറ്റ് ഉള്ള സ്ഥലം മതിയാകും. അധികം ചൂടും വേണ്ട, അധികം ഷെയ്ഡും വേണ്ട. അങ്ങനെയുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. ഇന്നത്തേക്ക് ഇത് ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ട് ഏകദേശം 1 മാസമായി. ഇതിൽ താഴെ വേരുള്ള ഭാഗത്ത് 2 കിക്കീസ് വന്നിട്ടുണ്ട്. മുകളിൽ സ്റ്റെമ്മിൻ്റെ അറ്റത്ത് നിന്ന് ഓർക്കിഡ് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെമ്മ് വെക്കുമ്പോൾ തന്നെ ടാഗ് ചെയ്യുവാണെങ്കിൽ കളർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏകദേശം 1/2 അടി നീളം വന്ന ശേഷം ഈ കിക്കീസ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചട്ടിയിൽ നടാവുന്നതുമാണ്. ഇതൊരു 7-8 മാസം മുമ്പ് ഞാൻ സ്റ്റെംസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്താണ്. ഇതിൽ കിക്കീസൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ സെയിൽ ചെയ്ത് തീർത്തു. ബാക്കിയുള്ളതൊക്കെ നീളം വെച്ചതൊക്കെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി നട്ടു. കിക്കീസ് പ്രോപ്പഗേഷനുള്ള ഏറ്റവും നല്ല മെത്തേഡാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.